മഴ കൂടുതൽ ശക്തിപ്പെടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റാണ്, അപ്ഡേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാഗിൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. രാഗിൻ ഇപ്പോൾ ഏത് മേഖലയിലാണുള്ളത്? അവിടെയുടെ മഴയുടെ തീവ്രത എങ്ങനെയാണ്? അത് ഈ തിരച്ചിലിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മുണ്ടക്കയിലാണുള്ളത്. ശക്തമായ മഴ ഈ മേഖലയിൽ നിലനിൽക്കുകയാണ്. അത് ഈ രക്ഷാപ്രവർത്തനത്തെയും അതോടൊപ്പം തന്നെയുള്ള ഇത്തരം ദൗത്യത്തെയും ബാധിക്കുമെന്ന് പറയാം. കാരണം വലിയ വെല്ലുവിളി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ആഞ്ഞുകുത്തി പെയ്യുന്ന മഴ, ആ മഴ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അത് സാരമായി ബാധിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത് കുഴിച്ചു നോക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. അനന്തകൃഷ്ണൻ, ശക്തമായിട്ടുള്ള മഴ ഇപ്പോൾ ഉണ്ടാകുകയാണ്. ഇത് വലിയ വെല്ലുവിളി തീർക്കില്ലേ? തീർച്ചയായിട്ടും രാഗിൻ, മുണ്ടക്കയിൽ ഇപ്പം ശക്തമായ മഴ, അതിശക്തമായ മഴയാണ് മുണ്ടക്കയിൽ. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്. ഇന്ന് ഉച്ചവരെ ഈ മഴ ശാന്തമായിട്ട്, അല്ലെങ്കിൽ കാലാവസ്ഥ ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇവിടെ വളരെ വേഗത്തിൽ നടന്നിരുന്നു. ആ രക്ഷാപ്രവർത്തനത്തിന് കുറേയധികം യന്ത്ര സഹായങ്ങളും ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. വലിയ മഴ മുണ്ടക്കയിൽ പെയ്യുന്നു. മുകളിൽ ആ പുഴയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ജലം താഴേക്ക് ഒലിച്ചു വരുന്നുണ്ട്. ഇവിടിപ്പോൾ പ്രധാനമായും രാഗിൻ ഈ കെട്ടിടങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന കെട്ടിടങ്ങളുണ്ട്. കുറേയധികം വീടുകളുണ്ട്. ചില വീടുകൾ കാണാനില്ല. അപ്പോൾ അവിടെ സജി ആ ക്യാമറ വലതുഭാഗത്തേക്ക് തിരിച്ചാൽ അവിടെ കുറച്ചധികം വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിൽ ഒരു വീട്ടിൽ തന്നെ 11 പേരുണ്ടായിരുന്നു. അവരെ കാണാനില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു ആള് ഇവിടെ സഹായത്തിന് വേണ്ടിയുണ്ട്, നാട്ടുകാരൻ. അപ്പോൾ അയാൾ പറയുന്നത് ഒരുപാട് പേരെ ഇനിയും കിട്ടാനുണ്ട്. ഈ കെട്ടിടത്തിനകത്തൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു. ചിലരൊക്കെ ഇങ്ങോട്ട് ഓടി കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് അനന്തകൃഷ്ണൻ, അതായത് എനിക്ക് മനസ്സിലാക്കുന്നില്ല, അവർക്കടക്കം സംശയമുള്ളത് ഇത്തരത്തിൽ ശക്തമായി ഇത് വന്നപ്പോൾ വീടുള്ള സ്ഥാനത്ത് ഈ ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല. മറിച്ച് ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പല ആളുകളും ഒഴുകിപ്പോയിരിക്കുന്നു എന്ന് വേണം പലർക്കും മനസ്സിലാക്കുന്നു. ഈ ചൂരൽമലയുടെ താഴ്ഭാഗത്തേക്കായിരിക്കണം ഇവിടെ നിന്ന് കൂടുതൽ പേരും ഒലിച്ചു പോയിട്ടുള്ളത്. കാരണം ഇവിടെ എല്ലാം ഈ വീടിരുന്ന ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തിയിട്ടും അധികം ശരീരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് വീടുകളുണ്ട്. കാരണം കൃത്യമായിട്ട് ഇത് വീടുകൾ എവിടെയൊക്കെയായിരുന്നു എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ സൈഡ് മുഴുവൻ അടുത്തടുത്ത് നമ്മളിവിടുന്ന് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ തൊട്ടടുത്തടുത്ത് വീടുകളായിരുന്നു. അതുപോലെ തന്നെ ഈ പള്ളിയാണ് അവശേഷിക്കുന്നത്. സജി ആ ക്യാമറ അതൊന്ന് ഇപ്പൊ ഈ റെസ്ക്യൂ ഡ്രൈവർമാർ, മുകളിൽ നിന്ന് വന്ന റെസ്ക്യൂ ഡ്രൈവർമാർ പറയുന്നത് മുകളിലും ശക്തമായ മഴയാണ്. അതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ദുസ്സഹമായിരിക്കുന്നു. അവിടെ നിന്ന് കൂടുതൽ സംഘങ്ങൾ പുറത്തേക്ക് വരികയാണ്.